കൈ എവിടെ കെട്ടണമെന്ന ചർച്ച മുസ്ലിം സംഘടനകൾക്കിടയിലുണ്ട്. അതിൻ്റെ ഗുണദോഷങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. കൈ എവിടെ കെട്ടണമെന്ന് തർക്കിക്കുമ്പോഴും കൈ വേണ്ടെന്ന് പറഞ്ഞ് മുറിക്കാൻ വരുന്നവൻ്റെ കൈ പിടിച്ചു കെട്ടാൻ മുസ്ലിം ലീഗേ ഇവിടെ ഉണ്ടാകൂ എന്ന ബോധമാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. തറാവീൻ്റെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് തർക്കമുണ്ട്. ജുമാക്ക് സ്ത്രീകൾ പോകണോ പോകണ്ടേ എന്ന കാര്യത്തിൽ നമുക്കിടയിൽ തർക്കമുണ്ട്. അതിൻ്റെ തർക്കങ്ങളും അതിൻ്റെ ശരിതെറ്റുകളുമൊക്കെ അതിൻ്റെ വേദികളിൽ വെച്ചുകൊണ്ട് ചർച്ച ചെയ്യാം. അതിൻ്റെ മെറിറ്റ് കണക്കാക്കാനുള്ള ബോധം ഈ സമൂഹത്തിനുമുണ്ട്. എന്നാൽ ഞങ്ങൾക്കെല്ലാവർക്കും ഒരുമിച്ചിരുന്നു കൊണ്ട് ഒരു കാര്യം ഗവൺമെന്റിനോട് അരുതേ എന്ന് പറയാനുള്ള ഒരു വേദി, ഒരു പ്ലാറ്റ്ഫോം, അത് മുസ്ലിം ലീഗാണ്. അങ്ങനെ പുതിയ പുതിയ ചില ആശയങ്ങളിലൂടെയും ചില സന്ദേശങ്ങളിലൂടെയും ചെറുപ്പക്കാർക്കിടയിൽ മുസ്ലിം യൂത്ത് ലീഗ് നിറഞ്ഞു നിൽക്കുകയാണ്. മലപ്പുറം ജില്ലയിലെ ചിറക് എന്ന പരിപാടിയിൽ ഒരു 10-20ഓളം പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ച ഒരു ചെറിയ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു അഭ്യുദയകാംക്ഷി എന്ന നിലക്ക് ഒരുപാട് പരിപാടിയിൽ പങ്കെടുത്തതിൻ്റെ കൂട്ടത്തിൽ നല്ല ഒരു സംഘാടകനോടുകൂടി, സംഘാടകത്തോടുകൂടി സംവിധാനിച്ച ഈ ആക്കോട് യൂണിറ്റ് മുസ്ലിം യൂത്ത് ലീഗിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ചിറക് എന്ന വലിയൊരാശയം അരികുവൽക്കരിക്കപ്പെട്ട ഒരു സമുദായത്തെ എല്ലാ നിലക്കും തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയും കൂടെ കൂടെ പാർശ്വവൽക്കരിക്കാൻ വേണ്ടി സംഘടിതമായി ഫാസിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും ഒക്കെ മത്സരിക്കുകയും ചെയ്യുന്ന ഒരു സമയത്ത് ഈ സമുദായത്തെ ഒരിക്കലും അരികുവൽക്കരിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞു അവർക്ക് ചിറക് വെച്ചു കൊടുത്തുകൊണ്ട് ഉയരങ്ങളിലേക്ക്, നവോത്ഥാനത്തിന്റെ ചക്രവാളത്തിലേക്ക് പറക്കാനുള്ള ചിറക് വിരിച്ചു കൊടുക്കുന്ന ഈ മഹത്തായ ഒരാശയമാണ് യൂത്ത് ലീഗ് സമർപ്പിക്കുന്നത്. വലിയൊരാശയം ഇതിൻ്റെ മുമ്പിലുണ്ട്. ഏറ്റവും വലിയ ആശയം ഗ്രാമീണരോട് സംസാരിക്കുക എന്നതാണ്. ടൗണുകളിൽ വലിയ ജനസഞ്ചയത്തെ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തുന്ന പരിപാടിയേക്കാൾ കൂടുതൽ ഹൃദയം തൊട്ടറിയാൻ ഗ്രാമീണരോട് സാധിക്കുന്നു എന്നാണ് മുസ്ലിം യൂത്ത് ലീഗ് നൽകുന്ന ഈ ചിറക് സന്ദേശം. നമ്മുടെ രാജ്യത്തിൻ്റെ നട്ടെല്ല് ഗ്രാമവാസികളാണ്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ കാതൽ അവസാനത്തെ ഇന്ത്യക്കാരനെയും കാണാൻ സാധിക്കുക എന്നതാണ്. മുസ്ലിം യൂത്ത് ലീഗും മുസ്ലിം ലീഗും ഹരിത രാഷ്ട്രീയം നൽകുന്ന വലിയൊരു ആശയം അതാണ്. നമുക്കൊരുപാട് നേടാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷേ ഇനി നേടാനുണ്ടെന്ന ബോധ്യത്തിൻ്റെ മുമ്പിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ തമ്മിൽ ഭിന്നിച്ചുകൊണ്ട് ഇനി നേടാൻ സാധിക്കില്ല എന്ന ബോധം നമുക്കുണ്ടാകണം. മുസ്ലിം സമുദായത്തിൻ്റെ ഒരു പൊതു പ്ലാറ്റ്ഫോം മുസ്ലിം ലീഗാണ്. എന്തുകൊണ്ടെന്നാൽ പരസ്പരം തമ്മിൽ തർക്കിക്കുന്നവരുടെ മുമ്പിലും ഒരുമിക്കാം എന്ന് പറയുന്ന ഒരു സ്നേഹത്തിൻ്റെ പാലം കെട്ടിപ്പടുത്തത് മുസ്ലിം ലീഗാണ്. കൈ എവിടെ കെട്ടണമെന്ന ചർച്ച മുസ്ലിം സംഘടനകൾക്കിടയിലുണ്ട്. അതിൻ്റെ ഗുണദോഷങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. കൈ എവിടെ കെട്ടണമെന്ന് തർക്കിക്കുമ്പോഴും കൈ വേണ്ടെന്ന് പറഞ്ഞ് മുറിക്കാൻ വരുന്നവൻ്റെ കൈ പിടിച്ചു കെട്ടാൻ മുസ്ലിം ലീഗേ ഇവിടെ ഉണ്ടാകൂ എന്ന ബോധമാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. തറാവീൻ്റെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് തർക്കമുണ്ട്. ജുമാക്ക് സ്ത്രീകൾ പോകണോ പോകണ്ടേ എന്ന കാര്യത്തിൽ നമുക്കിടയിൽ തർക്കമുണ്ട്. അതിൻ്റെ തർക്കങ്ങളും അതിൻ്റെ ശരിതെറ്റുകളുമൊക്കെ അതിൻ്റെ വേദികളിൽ വെച്ചുകൊണ്ട് ചർച്ച ചെയ്യാം. അതിൻ്റെ മെറിറ്റ് കണക്കാക്കാനുള്ള ബോധം ഈ സമൂഹത്തിനുമുണ്ട്. എന്നാൽ ഞങ്ങൾക്കെല്ലാവർക്കും ഒരുമിച്ചിരുന്നു കൊണ്ട് ഒരു കാര്യം ഗവൺമെന്റിനോട് അരുതേ എന്ന് പറയാനുള്ള ഒരു വേദി, ഒരു പ്ലാറ്റ്ഫോം, അത് മുസ്ലിം ലീഗാണ്. അപ്പൊ നമ്മൾ പരസ്പരം അങ്ങുമിങ്ങും തർക്കങ്ങളുണ്ട്. മുസ്ലിം സംഘടനകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ അഭിപ്രായ വ്യത്യാസം ഒക്കെ ശരിയുണ്ട്, തെറ്റുണ്ട്, അതൊക്കെ എന്തോ ആവട്ടെ. പക്ഷെ അതൊക്കെ അവരുടെ പരസ്പരം സംവാദങ്ങൾ നടത്തുമ്പോഴും ഗവൺമെന്റിന്റെ മുമ്പിലും രാജ്യത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിലും ഒരു കാര്യം നേടണമെങ്കിൽ പരസ്പരം ഭിന്നിക്കാതെ ഒരുമിച്ചിരുന്നു കൊണ്ട് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വേദി പതിറ്റാണ്ടുകളോളം ഈ നാട്ടിൽ കെട്ടിപ്പടുത്തത് മുസ്ലിം ലീഗാണ്.
അതുകൊണ്ടാണ് ഇതൊരു ഐക്യത്തിന്റെ സന്ദേശമാണ് ലീഗ് നൽകുന്ന സന്ദേശം. ഈ ആശയത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഉയർന്നു വന്നതുകൊണ്ടാണ് മതേതരത്വ കേരളത്തിൽ, മതേതര ഇന്ത്യയിൽ മുസ്ലിം ജനാധിപത്യത്തിനൊരു സ്പേസ് ഉണ്ടായത്. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു പാർലമെന്റ് സ്ഥാനത്തേക്കും നിയമസഭയുടെ ഒറ്റപ്പെട്ട സ്ഥാനത്തേക്കും ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ അടുത്ത് ഭാരതീയ ജനതാ പാർട്ടി വന്നു എന്നല്ലാതെ ഭാരതീയ ജനതാ പാർട്ടി അടക്കമുള്ള സംഘപരിവാരത്തെ തടഞ്ഞുവെച്ചത് ഏതാണ്? എന്തുകൊണ്ട് കേരളത്തിൽ ഫാഷിസം ശക്തിപ്പെട്ടില്ല എന്നൊരു ചർച്ച മാധ്യമ വായിച്ച പതിപ്പിൽ കെ വേണു ഒരു ലേഖനത്തിലൂടെ നമുക്ക് തുറന്നു പറയുന്നുണ്ട്. കെ വേണു നക്സലൈറ്റ് പ്രസ്ഥാനത്തിന്റെ ഒരു സന്തത സഹചാരിയാണ്. വേണുവിന്റെ ലേഖനത്തിൽ എന്തുകൊണ്ട് ഇന്ത്യയിൽ, കേരളത്തിൽ ഫാഷിസം മറ്റു സ്റ്റേറ്റിനെ പോലെ ശക്തിപ്പെട്ടില്ല എന്നതിനെ സംബന്ധിച്ചാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. എഴുതി അദ്ദേഹം തന്റെ ലേഖനത്തിന്റെ കാമ്പ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഇന്ത്യയിൽ, കേരളത്തിൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയം ജനാധിപത്യത്തോടും മതേതരത്വത്തോടും പൊരുത്തപ്പെട്ടു പോകാനും ഹിന്ദു സമുദായത്തെ അകറ്റാതെ അവരുടെ കാര്യങ്ങൾ നേടാനും അവർക്ക് സാധിക്കുക വഴി ഹിന്ദുത്വത്തെ തകർക്കാൻ മുസ്ലിം ലീഗിന് സാധിച്ചു എന്നാണ്. തന്റെ ലേഖനത്തിന്റെ അവസാനത്തിൽ അദ്ദേഹം പറയുന്ന വാക്ക്, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കേരളത്തിൽ ഹിന്ദുത്വം ശക്തിപ്പെടാതിരിക്കാൻ കാരണം മാറി മാറി വരുന്ന ഗവൺമെന്റുകൾക്കൊപ്പം നിൽക്കാൻ മുസ്ലിം ലീഗിന് സാധിച്ചു എന്നതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ സാന്നിധ്യമാണ് ഫാഷിസത്തെ തടഞ്ഞത് എന്ന്. ഇതുപോലെ മറ്റൊരു ചർച്ചയിൽ കേരള ശബ്ദത്തിൽ സനൽ ഇടമുറക്, ഇടതുപക്ഷത്തിന്റെ സഹയാത്രിക പ്രസിദ്ധീകരണമാണല്ലോ കേരള ശബ്ദം. ആ കേരള ശബ്ദത്തിൽ ഒരിക്കൽ സനൽ ഇടമുറക് എന്നൊരു യുക്തിവാദി അദ്ദേഹം എഴുതിയ ലേഖനത്തിൽ പറഞ്ഞത്, പാകിസ്ഥാന്റെ IS എന്ന ഘടകം ഉത്തരേന്ത്യയുടെ പല ഭാഗത്തും കടന്നു വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ വലിയ തോതിൽ അത് കടന്നു വന്നിട്ടില്ലെങ്കിലും മുസ്ലിം തീവ്രവാദം കേരളത്തിന്റെ പുറത്തൊക്കെ തഴച്ചു വളരുന്നുണ്ട്. പാകിസ്ഥാൻ ISുമായി ബന്ധം ഉത്തരേന്ത്യയിലെ പല ഘടകങ്ങൾക്കുമുണ്ട്. എന്നാൽ പാകിസ്ഥാന്റെ ISും അതുമായി ബന്ധപ്പെട്ട തീവ്രവാദവും കേരളത്തിൽ വളരാതിരിക്കാൻ കാരണം മുസ്ലിം ലീഗ് ഇവിടെ ഉറപ്പിച്ചു നിന്ന ഒരു രാഷ്ട്രീയത്തെ പുഷ്കലമാക്കി എന്നതുകൊണ്ടാണ്. എന്നിട്ട് തന്റെ ലേഖനത്തിലൂടെ അദ്ദേഹം കടന്നുപോയിക്കൊണ്ട് പറയുന്നത്, കേരളത്തിലെ തീവ്രവാദത്തെ തടഞ്ഞത് മുസ്ലിം ലീഗാണ്. വേണു പറയുന്നു കേരളത്തിൽ ഫാസിസത്തെ തടഞ്ഞത് മുസ്ലിം ലീഗാണ്. ഇടമുറക് പറയുന്നു കേരളത്തിൽ മുസ്ലിം തീവ്രവാദത്തെ തടഞ്ഞത് മുസ്ലിം ലീഗാണ്. അപ്പൊ ഫാഷിസത്തെയും തീവ്രവാദത്തെയും വർഗീയതയും തടഞ്ഞത് മുസ്ലിം ലീഗാണ് എന്ന് പറയുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് ഘടകം ഇന്ത്യയിൽ ഫാഷിസത്തെ തൂത്തെറിയാനുള്ള ഒരൊറ്റ മൂലി ഇന്ത്യയിൽ മുഴുവൻ മുസ്ലിം ലീഗ് രൂപീകരിക്കുക എന്നത് തന്നെയാണ്. അത് ഇന്ത്യയുടെ വലിയൊരു സന്ദേശമാണ്. മുസ്ലിം ലീഗിന്റെ ഒരു കാഴ്ചപ്പാടിൽ ഉയർന്നു വന്നൊരു ആശയമുണ്ട്, അതിപ്പോഴും പലരും ചേർത്ത് വെക്കുന്നു. നമുക്കറിയാം, മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചിതലരിച്ചു കിടക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തെടുക്കാൻ സന്നദ്ധനായ വി പി സിംഗ് പ്രധാനമന്ത്രിയായ സന്ദർഭത്തിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ അദ്ദേഹം സന്നദ്ധത പ്രകടിപ്പിച്ചു. അതിന് 2 ഗിഫ്റ്റ് കൊടുത്തു മുസ്ലിം ലീഗ്. ബഹുമാനപ്പെട്ട സേഡു സാഹിബിന്റെയും ബനാത്ത് വാലിയുടെയും 2 വോട്ട്. അന്ന് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗ് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണ്. വി പി സിംഗുമായി ബന്ധപ്പെട്ട് കഴിയുന്നത് ഇടതുപക്ഷമാണ്. പക്ഷേ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പറഞ്ഞു, മുസ്ലിം ലീഗിന്റെ നിലപാട് ഇഷ്യൂ ബേസ്ഡ് സപ്പോർട്ട്, പ്രശ്നാധിഷ്ഠിത പിന്തുണയാണ്. പ്രശ്നാധിഷ്ഠിത പിന്തുണ എന്ന ഫോർമുല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആദ്യം പറഞ്ഞത് മുസ്ലിം ലീഗാണ്. ആ ഒരു പ്രശ്നാധിഷ്ഠിത പിന്തുണ കൊള്ളാം എന്ന് ഇന്ന് ചിലർ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസിനോട് പ്രശ്നാധിഷ്ഠിത പിന്തുണ, ഫാസിസ്റ്റ് വിരുദ്ധതയിൽ പ്രശ്നാധിഷ്ഠിത എതിർപ്പ്,
ഇതെല്ലാം ഇന്ന് ചിലർ പറഞ്ഞു പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ഫോർമുല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സമർപ്പിച്ച ദൈക്ഷണികതയുടെ രാഷ്ട്രീയമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഞാനിത് പറയുന്നത് നമ്മുടെ അത്താണി മുസ്ലിം സമുദായത്തിന് രാഷ്ട്രീയപരമായ ഔന്നത്യമുണ്ടാക്കി തന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്ന്. കേവലം 2 സീറ്റ് മാത്രമായിരുന്നു BJPക്ക് ഉണ്ടായിരുന്നത്. ഒരു തെരഞ്ഞെടുപ്പിൽ കടപുഴകി വീണ ഭാരതീയ ജനതാ പാർട്ടി, വാജ്പേയി അടക്കമുള്ളവർ തെരഞ്ഞെടുപ്പിൽ തോറ്റ ഒരു ഇലക്ഷൻ 2 സീറ്റ് മാത്രം. അന്ന് അത് കഴിഞ്ഞതിന്റെ ശേഷം കേവലം അന്ധമായ കോൺഗ്രസ് വിരോധത്തിന്റെ പേരിൽ, കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തുക എന്നതിന്റെ പേരിൽ VP സിംഗിനെ പ്രധാനമന്ത്രിയാവുക എന്നൊരു കോണിൽ നിന്നുകൊണ്ട് BJPയുടെ പിന്തുണ ലഭിച്ചുകൊണ്ട് ഇന്ത്യയിൽ അവിഹിത കൂട്ടുകെട്ടിന്റെ മുന്നണി ബന്ധമുണ്ടാക്കി കോൺഗ്രസിനെ തകർക്കാൻ ശ്രമിച്ചതിന്റെ മുന്നിലുണ്ടായിരുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അടക്കമുള്ള ഇടതുപക്ഷ സംഘടനകളാണ്. അന്നൊരൊറ്റ ലക്ഷ്യം, കോൺഗ്രസ് വേണ്ട, കോൺഗ്രസ് ഇല്ലാത്ത ഇന്ത്യ. ഈ ഒരു ആശയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ കൂട്ടുപിടിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത് വാജ്പേയിയും അദ്വാനിയും അടക്കമുള്ള വലിയ വലിയ ഫാസിസ്റ്റ് നേതാക്കന്മാരുള്ള BJPയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുമായി, ഇന്ത്യൻ ഫാസിസ്റ്റുകളുമായി സഹകരിച്ചുകൊണ്ടാണ് ഇടതുപക്ഷം അന്ന് കോൺഗ്രസിനെ പുറന്തള്ളിയത്. കേവലം 2 സീറ്റുണ്ടായിരുന്ന, ശ്വാസം കിട്ടാതെ മരിച്ചു തീരാവുന്ന ഇന്ത്യൻ ഫാഷിസത്തിന് ഓക്സിജൻ കൊടുത്തുകൊണ്ട് അതിന് ഊർജം കൊടുത്തത് കേരളത്തിലും ഇന്ത്യ രാജ്യത്തും ഇടതുപക്ഷ പ്രസ്ഥാനം. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിം ലീഗും ഇടതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം. മുസ്ലിം ലീഗ് ഫാഷിസത്തെ തകർക്കുന്നു, മുസ്ലിം ലീഗ് ഇന്ത്യൻ മുസ്ലിം തീവ്രവാദത്തെ തകർക്കുന്നു. ഇടതുപക്ഷം ഇന്ത്യൻ ഫാഷിസത്തെ വളർത്തുന്നു, ഇന്ത്യൻ തീവ്രവാദത്തെയും വളർത്തുന്നു, മുസ്ലിം തീവ്രവാദത്തെയും വളർത്തുന്നു. മുസ്ലിം സമുദായത്തിന്റെ നവോത്ഥാനപരമായ നേട്ടത്തിന്റെ കാതൽ രജീന്ദ്രൻ സച്ചാർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് തയ്യാറാക്കിയ സമിതിയിൽ ഒരംഗം കോഴിക്കോട്ട് വന്നപ്പോൾ മാതൃഭൂമി സ്വീകരണം കൊടുത്തു. ഹൈസൺ ഹോട്ടലിലാണ് സ്വീകരണം. ആ സ്വീകരണത്തിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ കണക്ക് പരിശോധന നടത്താൻ സാധിച്ച സ്റ്റേറ്റ് പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാളിൽ ഞങ്ങൾ ഇങ്ങനെ നടന്ന് അന്വേഷണം നടത്തിയപ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ടാറിട്ട റോഡ് അവസാനിച്ചു, അവിടെ നിന്ന് അങ്ങോട്ട് കട്ട റോഡായി. ടാറിട്ട റോഡ് എവിടെ അവസാനിക്കുന്നവോ അവിടെ തുടങ്ങും ഒരു മുസ്ലിം ഗ്രാമം. എവിടെയാണോ കറണ്ട് ഇല്ലാത്ത വീട്, വൈദ്യുതി ഇല്ലാത്ത വീട്, അത് മുസ്ലിം വീടാണ്. എവിടെയാണോ കുടിവെള്ളം കിട്ടാത്ത പ്രദേശം, അത് മുസ്ലിം പ്രദേശമാണ്. ആ വിധത്തിൽ മുസ്ലിമീങ്ങൾക്ക് വികസനമില്ലാത്ത സ്റ്റേറ്റാണ് പശ്ചിമ ബംഗാൾ. 35 കൊല്ലം CPM ഭരിച്ച സ്റ്റേറ്റാണ് പശ്ചിമ ബംഗാൾ. മനുഷ്യൻ ഓട്ടോറിക്ഷ വലിച്ചുകൊണ്ട് ഉപജീവനം കണ്ടെത്തുന്ന, ഓട്ടോറിക്ഷ അല്ല മനുഷ്യ റിക്ഷ. കാളക്ക് പകരം, പോത്തിന് പകരം, കുതിരക്ക് പകരം, കഴുതക്ക് പകരം, മിഷ്യന് പകരം, പെട്രോളിന് പകരം, ഡീസലിന് പകരം മനുഷ്യൻ സ്വയമേവ വണ്ടിയാകുന്ന, അങ്ങനെ മനുഷ്യ റിക്ഷ വലിച്ചുകൊണ്ട് മനുഷ്യനെ വലിച്ചു കൊണ്ടുപോകുന്ന സ്ഥലം ലോകത്തുണ്ടെങ്കിൽ അത് കൽക്കട്ടയാണ്. വികസനം മുസ്ലിമീങ്ങൾക്ക് തീരെ ഇല്ലാത്ത, മുസ്ലിം സമുദായത്തിനെ പാർശ്വവൽക്കരിച്ച, അരികുവൽക്കരിച്ച സ്റ്റേറ്റാണ് പശ്ചിമ ബംഗാൾ. അവിടെ മുസ്ലിം സമുദായത്തിന് പ്രൈമറി തലത്തിൽ 60% വിദ്യാഭ്യാസമില്ല. ബീഹാറിൽ 35% വിദ്യാഭ്യാസമില്ല. കേരളേതര സ്റ്റേറ്റുകളിൽ മുഴുവൻ മുസ്ലിമീങ്ങൾക്ക് വിദ്യാഭ്യാസപരമായി ഒരു നേട്ടവുമില്ല. പ്രൈമറി തല വിദ്യാഭ്യാസമില്ല. 30, 35, 40, 45, 60% മുസ്ലിമീങ്ങൾ പിന്നാക്കമാണ്. 100% മുസ്ലിമീങ്ങൾക്കും പ്രൈമറി തല വിദ്യാഭ്യാസമുള്ള സ്റ്റേറ്റ് ഒന്നേ ഉള്ളൂ, അത് കേരളമാണ്. പ്രൈമറി തലത്തിൽ മാത്രമല്ല, ഉന്നതമായ വിദ്യാഭ്യാസമുള്ള സ്റ്റേറ്റ് കേരളമാണ്. കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് വിദ്യാഭ്യാസ, സാംസ്കാരിക, തൊഴിൽപരമായ നേട്ടമുണ്ട്. തമ്മിൽ ഭേദം നല്ലതാണ്, തമ്മിൽ ഭേദപ്പെട്ടുണ്ട്, ഒരുപാട് പോരായ്മകൾ ഉണ്ടെങ്കിലും ശരി. ഇതിന്റെ കാരണം എന്താണെന്ന് വിലയിരുത്തി രജീന്ദ്ര സച്ചാർ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അനുബന്ധ പേജിൽ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തിലെ മുസ്ലിമീങ്ങൾ മറ്റു മുസ്ലിമീങ്ങളെക്കാൾ വിദ്യാഭ്യാസപരമായി പുരോഗതി ഉണ്ടായി? എന്തുകൊണ്ടാണ് കേരളത്തിലെ മുസ്ലിമീങ്ങൾ ഇതര സ്റ്റേറ്റുകളിൽ നിന്നുകൊണ്ട് വ്യത്യസ്തമായി തൊഴിൽ മേഖലയിൽ ഉയർച്ച പ്രാപിച്ചു? കാരണത്തെ സംബന്ധിച്ചുകൊണ്ട് പറയുന്നത് 2 കാരണമാണ്. ഒന്ന്, ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ രാഷ്ട്രീയപരമായ അവബോധം കേരളത്തിലുണ്ടായി.
ഇത് പാണക്കാട് തങ്ങൾ എഴുതിയ റിപ്പോർട്ടല്ല, രജീന്ദ്രൻ സച്ചാർ കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ്. രണ്ടാമത്തെ കാരണം കാര്യക്ഷമതയുള്ള മദ്രസ. കാര്യക്ഷമതയുള്ള മദ്രസ ഉള്ളത് കേരളത്തിലാണ്. മതം പഠിക്കുന്ന വിദ്യാർത്ഥി മതത്തിൽ നിന്നുകൊണ്ട് സ്വത്വബോധം നേടുകയും ആ സ്വത്വബോധത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് വിദ്യാഭ്യാസം നേടണമെന്ന വിചാരത്തിലേക്ക് മുസ്ലിം വിദ്യാർത്ഥികൾ വളരുകയും ചെയ്തതുകൊണ്ടാണ് അവർ ഉയർന്ന സ്ഥാനങ്ങളിലും ഉയർന്ന വിദ്യാഭ്യാസ മേഖലകളിലും കേരളത്തിലെ മുസ്ലിമുകൾ എത്തിപ്പെട്ടത്. ഖായിദ മില്ലത്തിന്റെ രാഷ്ട്രീയപരമായ അവബോധവും മദ്രസകളുടെ കാര്യക്ഷമതയുമാണ് കേരള മുസ്ലിങ്ങൾ നേട്ടമുണ്ടായത് എന്നതിന്റെ മറ്റൊരു വാക്ക്. അതിന്റെ മറ്റൊരു പേജിൽ മറ്റൊരു രൂപത്തിൽ നമ്മൾ പറഞ്ഞാൽ കേരളത്തിലെ മുസ്ലിമീങ്ങൾ നേട്ടം കൈവരിക്കാനുള്ള കാരണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും സമസ്ത കേരള ജമിയത്തുലമയും സഹകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചു എന്നതുകൊണ്ടാണ്. ആ മേഖലയിൽ അസൂയാലുക്കളായ പലരുമാണ് ഇന്ന് നമ്മെ തകർക്കാനുള്ള ശ്രമം നടത്തുന്നത്. എങ്ങനെയെങ്കിലും ഗവേഷണം നടത്തുന്നത് മുസ്ലിം സമുദായത്തിന്റെ ഐക്യം പൊളിക്കണം എന്നാണ്.